കേരളത്തിന്റെ ജനവിധി മാത്രമല്ല, ഇന്ന് TP ചന്ദ്രശേഖരൻ എന്ന നേതാവിന്റെ രക്തസാക്ഷിത്വ ദിവസം കൂടിയാണ്. ആ നീതി എന്നായിരുന്നു ഇലക്ഷൻ ബസ്സിൽ കയറിയപ്പോൾ KK രമ പറഞ്ഞത്. KK രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. പിന്നിട്ട് 6 റൗണ്ടുകൾ മതി കേരളമേ, ഇത് മതി. കുലം കുത്തി എന്ന ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ എന്ന് KK രമ കുറിക്കുകയാണ്. KK രമയെ പറ്റി പറയുമ്പോൾ VS കൂടി പ്രത്യേക തെരഞ്ഞെടുപ്പ് ദിനം VS കൂടി ഓർമ്മയിലേക്ക് വരികയാണ്. അതാ ധർമ്മടത്ത് വല്ലാത്ത നിശബ്ദത. 647 വോട്ടിന്റെ ലീഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. ധർമ്മടത്ത് 6 റൗണ്ട് എണ്ണിയുള്ളൂ, 15-ൽ 6. അതെ, ഇനി 7 റൗണ്ട് ബാക്കിയുണ്ട്. ഈ 7 റൗണ്ട് എന്ന് പറഞ്ഞാൽ പെരളശ്ശേരി ധർമ്മടം എന്ന് പറഞ്ഞാൽ CPM വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. എങ്ങനെ പോയാലും ഒരു 5000 വോട്ടെങ്കിലും കൂടുതലായി കിട്ടാവുന്ന മേഖലകളാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ സർവൈവ് ചെയ്യാമെന്ന് അബ്ദുൾ റഷീദിനും അറിയാം. പക്ഷേ ഇവിടെ KK രമ ചൂണ്ടിക്കാണിച്ചതാണ് 6 റൗണ്ട്. ഇതാ ഇപ്പൊ സമയത്തായി 12 മണി വരെ പിണറായി വിജയൻ മുന്നിലെന്ന് എഴുതി കാണിക്കാൻ ടെലിവിഷൻ ചാനൽ കഴിഞ്ഞിട്ടില്ല. മതി, ഇതിനപ്പുറത്ത് എന്ത് അത് വളരെ വ്യക്തമാണല്ലോ. CPI നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ ഇടതു മുന്നണിയെ പുറകോട്ട് വലിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിജയസാധ്യതയെ പുറകോട്ട് വലിക്കുന്നത് ഘടകകക്ഷികളായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ CPM-നാണ് വലിയ തിരിച്ചടി നേരിട്ടത്. CPI ഇപ്പൊ 11 ലീഡ് ചെയ്യുന്നുണ്ട്. 12 ലീഡ് വീണ്ടും കൂടി CPIക്ക് 12 ലീഡ് ചെയ്യുന്നു. അതെ, 12 ലീഡ് ചെയ്യുന്നുണ്ട്. പട്ടാമ്പിയിലെ ലീഡ് CPI തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ചെറിയ ലീഡാണ്.